ഹലോ, നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഓവർനൈറ്റ് ഓട്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതും മധുരവും അതുപോലെ പാലും ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മളിന്ന് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിവാലിയുടെ സമയത്താണ്. സോ പടക്കത്തിൻ്റെ സൗണ്ട് ചിലപ്പോൾ വീഡിയോയിൽ കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഓൾഡ് ഫാഷൻ റോൾഡ് ഓട്സ് ആണ്. റോൾഡ് ഓട്സ് ആണ് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്സ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ക്യൂക്കർ ഓട്സ് അതുപോലെ സ്റ്റീൽ കട്ട് ഓട്സിനേക്കാളിലൊക്കെ ഏറ്റവും നല്ലത് റോൾഡ് ഓട്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഓട്സ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ എണ്ണയൊന്നും വേണ്ട, പാനൊന്നും ചൂടാക്കുക, പാനിലേക്ക് ഇട്ട് കൊടുക്കുക, ഫ്രൈ ചെയ്യുക. അപ്പം ഞാനിവിടെ കുറച്ചധികം ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ അവിലൊക്കെ ഫ്രൈ ചെയ്യില്ലേ, അതേപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ച് ചെയ്യും, അത്രേ വേണ്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് കുക്കാവുന്നുണ്ട് ആ ഒരു ഓട്സ്. അപ്പം എന്നിട്ട് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഫ്രൈ ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കുക, ഒരു ഡബയിലിട്ട് വയ്ക്കുക, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഓട്സ്. നമുക്കിതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 9 ബദാം, 9 10 എടുക്കാം കേട്ടോ, ബദാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം 1 കപ്പ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളവും ഈ ബദാമും കൂടെ കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ആ ബ്ലെൻഡ് ചെയ്ത് കിട്ടുന്ന പാലിലാണ് നമ്മൾ ഓവർനൈറ്റ് ഓട്സ് പ്രിപ്പയർ ചെയ്യാൻ പോണേ. കണ്ടോ, നമ്മുടെ ബദാമും അതുപോലെ വെള്ളവും കൂടി ബ്ലെൻഡ് ചെയ്തെടുത്താണ്. ശരിക്കും നമ്മുടെ പാല് പോലെ തന്നെ ഉണ്ട് കേട്ടോ, അത്ര തിക്നെസ് കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നമ്മുടെ പാല് പോലെ തന്നെ ഉണ്ട്. പാലിനേക്കാളും ഒരുപാട് ഗുണങ്ങളും കൂടി അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ബദാം മിൽക്ക്. ധാരാളം പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പാൽ ഉപയോഗിച്ച് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കണേക്കാട്ടിലും ഇതേപോലെ ബദാം മിൽക്കിൽ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി വെയിറ്റ് ലോസിന് നല്ലത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബദാം മിൽക്കിലേക്ക് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇന്ന് ഒരു നേരത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഈ ഒരു റോൾഡ് ഓട്സ് വറുത്തത് യൂസ് ചെയ്യാം കേട്ടോ, നമ്മളുടെ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്യണേ. പിന്നെ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ചിയാ സീഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിയാ സീഡ് ധാരാളം പ്രോട്ടീൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്, ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. വെയിറ്റ് ലോസിനും അതുപോലെ സ്കിന്നിനും മുടിക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചിയാ സീഡ് പിന്നെ നമ്മളുടെ റോൾഡ് ഓട്സ് ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചിയാ സീഡ് ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു കട്ടയായിട്ട് പോകും. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് 1/4 ടീസ്പൂൺ കറുവപ്പട്ട അല്ലെങ്കിൽ സിന്നമൺ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് തീർത്തും ഓപ്ഷണലാണ്, കാരണം ഇതിൻ്റെ ടേസ്റ്റ് പലർക്കും പിടിക്കാൻ ചാൻസ് ഇല്ല, അത്ര ടേസ്റ്റി ഒന്നുമല്ല. പക്ഷേ ഇത് ഫാറ്റ് കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് വെക്കാം കേട്ടോ. ഇനി നമ്മളുടെ ഈ ഓവർനൈറ്റ് ഓട്സിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് സെലക്ട് ചെയ്യാം. ഓറഞ്ച് പോലത്തെ ഫ്രൂട്ട്സ് വേണ്ട, അല്ലാത്ത കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള കുറച്ച് നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വേറെ ഷുഗർ ഐറ്റംസ് ഒന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രഞ്ചി അതുപോലെ മധുരം ഉള്ള ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ആപ്പിള്, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മാതള നാരങ്ങ, ഇത്രയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പഴം, ചിക്കു അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിതിൽ കുറച്ച് പംകിൻ സീഡ്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഓവർനൈറ്റ് ഓട്സിന് കുറച്ച് ടേസ്റ്റ് കൂട്ടാനും അതുപോലെ കുറച്ചും കൂടി ഹെൽത്തി ആക്കാനൊക്കെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ച് ചിയാ സീഡും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കുന്ന സമയത്ത്, അതായത് ഈ ഫ്രൂട്ട്സും ഈ പംകിൻ സീഡൊക്കെ നിങ്ങൾക്ക് കഴിക്കുന്ന സമയത്ത് ആഡ് ചെയ്താലും മതിയാകും. ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് രാത്രിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക. അല്ല നിങ്ങൾ രാവിലെയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി ഡിന്നറായിട്ട് കഴിക്കുക. അപ്പോൾ ഡിന്നറിന് പകരം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരം നിങ്ങൾ ഈ റെസിപ്പി ഒരു 2 ആഴ്ച ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് തീർച്ചയായിട്ടും കുറയും. കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റും കൂടി ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.